അഭ്യർത്ഥിക്കാനുള്ളത് ഏറ്റവും അടുത്ത ദിവസം, ഏറ്റവും അടുത്ത മണിക്കൂറിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അങ്ങനെ എടുപ്പിക്കാൻ അറിഞ്ഞത് അത് നിങ്ങളുടെ ദയനീയമായ പരാജയമായിരിക്കും. അധികം താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യം ഉറപ്പാണ്. ഈ സുരക്ഷിതത്തിൽ കഴിയുന്ന ഈ വൈദിക സമൂഹത്തിന് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങൾ അവഗണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി നടത്തുന്ന സമരമായിട്ട് അല്ല ഞാനിത് കാണുന്നത്. യേശുവിനെ നഷ്ടപ്പെട്ട വൈദിക സമൂഹത്തെ, മൂല്യബോധത്തെ നഷ്ടപ്പെട്ട വൈദിക സമൂഹത്തെ, മൂല്യബോധമല്ല യേശുവിനെ മൂല്യബോധത്തെയും നഷ്ടപ്പെട്ട ഈ വൈദിക സമൂഹത്തിന്, ഈ നേതൃത്വത്തിന് യേശുവിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന സമരമാണ്. ഈ നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞ പോലെ അടിമകളല്ല, നിങ്ങൾ അടിമകളായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരാളുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ CMI എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞങ്ങൾ പലപ്പോഴും ക്യാഷ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ പ്രസ്ഥാനം പോലും എത്രയോ ഗംഭീരമായി സമരമില്ലാതെ അത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രത്തിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഞാനടക്കമുള്ള വൈദികരെ, രാത്രിയും പകലുമില്ലാതെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നഴ്സുമാരെ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ, ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഈ കേന്ദ്രത്തിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം ഒരിക്കലും വിചാരിക്കരുത് ഇത് നിങ്ങളെ തകർക്കാൻ വേണ്ടി നടക്കുന്ന സമരമാണെന്ന്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ബംഗാളിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെ ആണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. അതൊരു ചാനൽ കാണിച്ചു തന്നതാണ്. 33 വർഷം ഭരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നും കാലിയായിരിക്കുന്ന ഒരു ആ പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കത്തോലിക്ക സഭയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അടുപ്പമുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും അത് ഇല്ലാതായാൽ അത് എന്നേക്കും ഇല്ലാതാവുന്നു എന്നുള്ള പ്രതിഭാസം ലോകമെമ്പാടുമുള്ള പ്രതിഭാസമാണ്. പ്രിയപ്പെട്ട എന്റെ ബിഷപ്പ് പാമ്പ്രാനി, ബിഷപ്പ് റാഫേൽ തട്ടിൽ, അതിരൂപത വൈദിക സമൂഹമേ, നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ നഴ്സുമാർ ഈ സമരം നടത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ജനങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരുപാട് പണമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ നഴ്സുമാരുടെ നിലവിളിക്ക് നിങ്ങൾക്ക് കാതോർക്കാൻ പറ്റില്ലെങ്കിൽ ഒരുപക്ഷെ 10, 15, 20 വർഷത്തിന് ശേഷം എങ്ങനെയാണോ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആളും അർത്ഥവുമില്ലാതെ, ആളില്ലാതെ നിർജീവമായ പ്രദേശങ്ങളായിട്ട് മാറിയത്, അതുപോലെ നിർജീവമായ പ്രദേശങ്ങളായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം യൂറോപ്പിൽ, നിങ്ങളൊന്ന് പരിശോധിക്കണം, യൂറോപ്പിൽ കത്തോലിക്ക സഭയിൽ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ ചെന്ന് ചേരുന്ന ഇടങ്ങളിൽ അവിടുത്തെ പള്ളികളിൽ ആളുണ്ട്. പക്ഷേ യൂറോപ്പിലെ കത്തോലിക്ക സഭയ്ക്ക് എന്തു പറ്റി? അത് ഇവർ ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ കത്തോലിക്ക സഭയോട് നിരന്തരം അവിടുത്തെ ചെറുപ്പക്കാർ, അവിടുത്തെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഉത്തരമുണ്ടായിരുന്നു. അവരെ അവഗണിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ വിഷയം പരിഹരിക്കുന്നതിന് പല വൈദികരോട് സംസാരിച്ചപ്പോൾ അവർ പറയുമ്പോ ചില വൈദികർ എതിരാണ്, ഒരിക്കൽ അല്ലെങ്കിൽ പാലക്കിപ്പള്ളി എതിരാണ്, അല്ലെങ്കിൽ വൈക്കത്ത് പറമ്പിൽ എതിരാണ്. എനിക്ക് വൈദിക സമൂഹത്തോട് ചോദിക്കാനുള്ളത്, ഈ പാലക്കിപ്പള്ളിയും ഈ വൈക്കത്ത് പറമ്പിലാണോ എറണാകുളം രൂപതയെ നയിക്കുന്നത്? ഈ പാലക്കിപ്പള്ളിയും വൈക്കത്ത് പറമ്പിലാണോ ഈ എറണാകുളം രൂപതയെ നയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ബഹുമാനപ്പെട്ട ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരിയോട് എനിക്ക് സഹതാപമുണ്ട്, അനുകമ്പ തോന്നുന്നു. കാരണം അദ്ദേഹം അങ്ങനെ ഏകാധിപത്യപരമായ ഒരു സംവിധാനത്തിൽ ഒരാൾക്ക് എല്ലാം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിനകത്താണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള തെറ്റ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അക്കാലവും ഇക്കാലവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ. ഒരാൾക്ക് ഇവിടുത്തെ സ്ഥാപനങ്ങളെ, ഈ അതിരൂപതയെ
നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഒന്ന് ഓർക്കണം, എനിക്ക് ഇവിടുത്തെ 480ഓളം വൈദികരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്നോ രണ്ടോ വ്യക്തികളോടല്ല, ഒരു ബിഷപ്പിനോടല്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു കർദിനാളും സംഘവും ഈ രൂപതയുടെ പ്രധാനപ്പെട്ട ഭൂസ്വത്തുക്കൾ അടിച്ചു മാറ്റിയപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ, അതിനെ നേരിടാൻ ഇവിടെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ന്യൂനപക്ഷമാണ് അതിന്റെ രേഖകൾ കണ്ടെത്തിയത്, അത് പഠിച്ചത്, അത് തെളിവ് സഹിതം ഈ ലോകത്തിന് മുമ്പിൽ, ബിഷപ്പുമാരുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. അന്ന് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമരം കഴിഞ്ഞ് കുർബാന വിഷയം കഴിഞ്ഞപ്പോൾ 34 രൂപതകളും ഒറ്റക്കെട്ടായി, 33 രൂപതകളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഈ രൂപതയെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയാറുണ്ട്. എന്നെ പോലൊരു മനുഷ്യർക്ക് 2 മെത്രാന്മാരെ സ്ഥാനഭ്രഷ്ടമാക്കുന്ന ആ സമരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അംഗമായതുകൊണ്ടാണ് എന്ന് ഞാൻ എവിടെയും പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരുത്തി പറയണോ എന്നുള്ള കാര്യത്തിൽ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നേഴ്സുമാരുടെ സമരം നമ്മുടെ വൈദിക സമൂഹത്തിനെതിരെ വളരെ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒറ്റയ്ക്ക് പോരാടാൻ ധൈര്യം കാണിച്ച മനുഷ്യരാണല്ലോ, നീതിക്ക് വേണ്ടി കേരള മനുഷ്യരാണല്ലോ, നീതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യരാണല്ലോ, നീതിക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഈ കുർബാന വിഷയത്തിലും ഈ ഭൂമിക്കത്തറ വിഷയത്തിലും ആയിരക്കണക്കിന് ജനങ്ങൾ നീ തെരുവിലിറക്കി, ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറക്കി. ഒരു സമരത്തിൽ 1 ലക്ഷം പേരാണ് ഇവിടെ ഈ വൈദിക സമൂഹം കുർബാന വിഷയത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, കുർബാനയിൽ പങ്കെടുക്കുന്ന സാധാരണ മനുഷ്യർ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് പ്രശ്നമുള്ളൂ. തിരിയുന്നത് വൈദിക സമൂഹമല്ലേ? നിങ്ങൾ പടിഞ്ഞാട്ടോ കിഴക്കോട്ടോ തിരിയുന്നു, ജനങ്ങൾ തിരിയുന്നില്ലല്ലോ. ജനങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ അവർക്ക് സന്തോഷമായിട്ട് ആ കുർബാനയിൽ പങ്കെടുത്തു പോകാൻ പറ്റില്ലേ? പിന്നെ എന്തിനാണ് അവർ സമരത്തിന് ഇറങ്ങിയത്? ഇല്ല, ആ വൈദിക സമൂഹം പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെയും കൂടെ വിഷയമാണെന്ന് മനസ്സിലാക്കി അവർ തെരുവിലേക്ക് വന്നു. 1 ലക്ഷം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് കുർബാന വിഷയത്തിൽ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. 1 ലക്ഷം പേര് ആ സമര സ്ഥലത്തേക്ക് വന്നപ്പോൾ 5 മണിക്കൂർ അവർ ആ സമരത്തിന് വരാൻ വേണ്ടി മിനിമം ചെലവഴിച്ചിട്ടുണ്ട്. 15 ലക്ഷം മണിക്കൂറാണ് ഈ സാധാരണ ജനം അവർക്ക് ആവശ്യമില്ലാത്ത, ആ സമരം കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടാത്ത ആ സമരത്തിന് വേണ്ടി അവർ ചെലവഴിച്ചത്. ആ 5 ലക്ഷം പേരുടെ പ്രതിനിധികളാണ് ഇവർ. ആ 5 ലക്ഷം പേരുടെ പ്രതിനിധികളാണ് ഈ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നേഴ്സുമാർ. അവരുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സംഘടന രാഷ്ട്രീയം കാണിക്കുന്നു, അവർക്ക് കൊടുക്കാൻ പൈസയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തെരുവിൽ, ഒരു പക്ഷേ കേരള സമൂഹത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത വളരെ വ്യത്യസ്തമായ ഒരു ദർശനത്തിന്റെ പാരമ്പര്യത്തിലുള്ള മകളാണ്. എല്ലാവരും ഒറ്റതിരിഞ്ഞ് നിന്നപ്പോൾ, ഒരുമിച്ച് നിന്നപ്പോൾ ഒറ്റയ്ക്ക് പോരാടാൻ, ഒറ്റയ്ക്ക് ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച രൂപതയാണ്. ആ രൂപത ഇന്ന് ഇവരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ വിറങ്ങലിച്ചു നിൽക്കണം. ഈ വൈദിക സമൂഹം ആലോചിക്കണം, ഈ സമരത്തെ ഇതിനെ കൃത്യമായി അതിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സ്വാർത്ഥരായ മനുഷ്യരായി, ഏറ്റവും വലിയ മോശപ്പെട്ട മനുഷ്യരായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിങ്ങളൊരു 10 വർഷം കഴിയുമ്പോഴായിരിക്കാം ഇത് നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട വൈദിക സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട രൂപത നേതൃത്വമേ, ഒരാൾ രാഷ്ട്രീയം കാണിച്ചാൽ, ഒരാൾ തമ്മാടിത്തരം കാണിച്ചാൽ, ഒരാൾ അഹങ്കാരം കാണിച്ചാൽ അവരുടെ കഴിവുകേടും അവരുടെ നെറിവുകേടും അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ഒരാളുടെ ഇംഗിതത്തിന് വിട്ടുകൊടുത്താൽ എറണാകുളം അങ്കമാലി അതിരൂപതയാണ് തെരുവിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഈ വൈദിക സമൂഹം എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അതിന് ഉത്തരങ്ങളുണ്ട്, ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ ഉത്തരങ്ങളുണ്ട്. താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യം, ഇതൊരു മുദ്രാവാക്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യം, ഇത് നൽകുന്നത് ഇവിടുത്തെ സാധാരണ ജനമാണ്. ഒരുപക്ഷെ അംബാനിക്ക് പോലും ഉറപ്പില്ല വാർദ്ധക്യകാലത്ത് എവിടെ താമസിക്കുന്നു എന്ന് പോലെ. പുറത്താക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഓരോ വൈദികനും താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യം ഉറപ്പാണ്. ഈ സുരക്ഷിതത്തിൽ കഴിയുന്ന ഈ വൈദിക സമൂഹത്തിന് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ നിങ്ങൾ അവഗണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദിക സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപത വ്യത്യസ്തമായ പാതകളിലൂടെ നടന്ന അതിരൂപതയാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ പിന്നാലെ നടന്ന മനുഷ്യരാണ്. അവരുടെ ഭരണാധികാരികൾക്കെതിരെ, ആ ഭരണകൂടത്തിന്റെ തെറ്റുകൾക്കെതിരെ യാതൊരു തരത്തിലെ വിട്ടുവീഴ്ചയില്ലാതെ 8 വർഷത്തോളം സമരം ചെയ്തവരാണ്. ആ പാരമ്പര്യത്തിന് പോറലേൽക്കാൻ എന്റെ പ്രിയപ്പെട്ട വൈദിക സമൂഹമേ നിങ്ങൾ സമ്മതിക്കരുത്. ആരാണെങ്കിലും
അത് ആര് വൈക്കത്താവട്ടെ, അത് പാറയ്ക്കപ്പള്ളിയാവട്ടെ, ആരാണെങ്കിലും എനിക്ക് അവരോടല്ല വിഷമം. എന്റെ നിശബ്ദമായിട്ട് നിൽക്കുന്ന വൈദിക സമൂഹത്തോടെ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങളാണ് വ്യത്യസ്ത പാത വെട്ടി തുറന്നത്, നിങ്ങളാണ് വ്യത്യസ്തമായ ഒരു പാരമ്പര്യം. ബിഷപ്പ് ആലഞ്ചേരിക്കും ഫ്രാങ്കോയുടെ സമരം നടന്നപ്പോ 13 വൈദികർ ഉടുപ്പിട്ടാണ് ആ സമരപ്പന്തലിൽ വന്നത്. ഒരുപക്ഷെ കേരളത്തിലെ, ലോകത്തെ ഒരു വൈദിക സമൂഹം അത് ചെയ്യാൻ ധൈര്യപ്പെടില്ല. അതിനുള്ള ദാർശനികമായ എഴുത്ത, അതിനുള്ള ക്രിസ്തുബോധമില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, UN നിങ്ങളിത് ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി നടത്തുന്ന സമരമായിട്ട് അല്ല ഞാനിത് കാണുന്നത്. യേശുവിനെ നഷ്ടപ്പെട്ട വൈദിക സമൂഹത്തെ, മൂല്യബോധത്തെ നഷ്ടപ്പെട്ട വൈദിക സമൂഹത്തെ, മൂല്യബോധമല്ല, യേശുവിനെ മൂല്യബോധത്തെ നഷ്ടപ്പെട്ട ഈ വൈദിക സമൂഹത്തിന്, ഈ നേതൃത്വത്തിന് യേശുവിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന സമരമാണ്. യേശു ചോദിച്ചത്, യേശു ആരായിരുന്നു? അവൻ സംഘടിപ്പിച്ചത് തൊഴിലാളി വർഗത്തെയാണ്. മരിച്ച തൊഴിലാളികൾ സംഘടിപ്പിച്ചവനാണ്. അതിനു മുമ്പ് ഈജിപ്തിൽ ആരുമില്ലാത്ത മനുഷ്യരെ ഇസ്രായേൽ ജനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മോശ നടത്തിയ യാത്ര, അതിനുശേഷം യേശു നടത്തിയ യാത്ര തൊഴിലാളികളെയാണ് സംഘടിപ്പിച്ചത്. തൊഴിലാളികളെയാണ് സംഘടിപ്പിച്ച് ഈ ലോകങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് യേശുവിനെ കൊടുക്കാനുള്ള യാത്രയായിട്ട് ഒരു പരിപാടിയാണ് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ UN സംഘടിപ്പിച്ച് UN ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞ പോലെ അടിമകളല്ല, നിങ്ങൾ അടിമകളായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരാളുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും തൊഴിലാളി സംഘടനയുണ്ട്. ഈ പ്രസ്ഥാനങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു തൊഴിലാളി പ്രസ്ഥാനം ഈ ബിഷപ്പ് ഹൗസിലേക്ക്, വേറെ ഏതെങ്കിലും ബിഷപ്പ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്താൻ ധൈര്യമുള്ള, തന്റേടമുള്ള ഏതെങ്കിലും ഓരോ തൊഴിലാളി പ്രസ്ഥാനത്തിനും നിങ്ങൾ പറയാൻ സാധ്യമല്ല. കാരണം ഈ ബിഷപ്പിന്റെ, ഈ കോർപ്പറേറ്റുകളുടെ, ഈ സമ്പന്നന്മാരുടെ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തണമെങ്കിൽ അതിന് ശേഷി ഉണ്ടായിരിക്കണം. അത് ശേഷി കാണിച്ചതാണ് UN. അതുകൊണ്ട് ഈ സമരം UN അടിച്ചുറപ്പിക്കാൻ, UN ഊട്ടിയുറപ്പിക്കാൻ നടത്തുന്ന സമരമാണ്. UN ഇല്ലെങ്കിൽ നിങ്ങൾ അടിമകളായിരിക്കും, എക്കാലവും അടിമകളായി, എക്കാലവും അടിമത്തത്തിൽ ഉറച്ചെന്നുകൊണ്ട് നിങ്ങൾ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സമരം വെറും 10,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ നടത്തുന്ന സമരമല്ല. ഇത് UN പോലത്തെ പ്രസ്ഥാനത്തെ അടുത്ത തലമുറയ്ക്ക്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപാട് തലമുറകൾ അത് ചോദിക്കാനും പറയാനും ആളില്ലാതെ അടിമപ്പണി ചെയ്ത് കടന്നുപോയി. അവരങ്ങനെ അടിമപ്പണി ചെയ്തുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ടായത്. അവരങ്ങനെ അടിമപ്പണി ചെയ്തുകൊണ്ടാണ് ലിസി ഹോസ്പിറ്റൽ ഉണ്ടായത്. ഇന്നത്തെ ഈ ഡയറക്ടർമാരുടെ നേതൃത്വം അന്ന് പണിയെടുത്ത മനുഷ്യരെ പറ്റി ഓർക്കുന്നില്ല. എന്തിനാണ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ടായത്? എന്തിനാണ് ലിസി ഹോസ്പിറ്റൽ ഉണ്ടായത്? ഇവിടുത്തെ പാവപ്പെട്ടവനെ, ദരിദ്രനെ സംരക്ഷിക്കാൻ, ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്തിനാണ് അവർ ചികിത്സിക്കുന്നത്? യേശു 3 വർഷം യേശുവിന്റെ പരസ്യ ചെയ്ത കാലത്ത് ഒരുപാട് പേരെ സുഖപ്പെടുത്തി. ബധിരനെ, മൂകരെ, കുഷ്ഠരോഗിയെ, മരിച്ചു കിടക്കുന്ന മനുഷ്യരെ, അവന്റെ ആ പ്രവൃത്തിയുടെ തുടർച്ചയാണ് സഭ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലൊരു സമരം ഉണ്ടാകാൻ അനുവദിക്കുമായിരുന്നില്ല. CMI എന്ന് പറഞ്ഞ പ്രസ്ഥാനം, ഞങ്ങൾ പലപ്പോഴും ക്യാഷ് മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ പ്രസ്ഥാനം പോലും എത്രയോ ഗംഭീരമായി സമരമില്ലാതെ അത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത നീതിക്ക് വേണ്ടി ലോകത്തെ ഒരു രൂപതയും ചെയ്യാത്ത സമരങ്ങൾ ചെയ്ത ഈ രൂപതയ്ക്ക് പരിഹരിക്കാൻ പറ്റാത്തത്? കോർപ്പറേറ്റുകൾ, കഴുത്തറപ്പൻ കച്ചവടം നടത്തുന്ന ഹോസ്റ്റർ മെഡിസിറ്റി പോലത്തെ കോർപ്പറേറ്റുകൾ ഈ സമരം പരിഹരിച്ചു. എന്നിട്ട് ധാർമ്മികതയുടെയും ആത്മീയതയുടെയും മൊത്ത കച്ചവടക്കാരായ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് എന്തുകൊണ്ടാണ് വിഷയം പരിഹരിക്കാൻ പറ്റാത്തത്? അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ രൂപതയോട് കൂടി ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. ഇവിടെ സംസാരിക്കാൻ വന്ന ഓരോ മനുഷ്യരും ഈ രൂപത മൂലപടി സമരത്തിന്റെയും നിൽപ്പ സമരത്തിന്റെയൊക്കെ സമയത്ത് ഈ രൂപത വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത രൂപതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏറ്റവും അടുത്ത ദിവസം, ഏറ്റവും അടുത്ത മണിക്കൂറിൽ ഈ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. അങ്ങനെ എടുപ്പിക്കാൻ അറിഞ്ഞത് അത് നിങ്ങളുടെ ദയനീയമായ പരാജയമായിരിക്കും. അവിടെയാണ് നിങ്ങൾ ഈഗോ പ്രശ്നമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏറ്റവും നേതാവാകണമെങ്കിൽ അടിമയാകണമെന്ന് പറഞ്ഞത് യേശു തന്നെയാണ്. നിങ്ങൾ പാദം കഴുകാനാണ് പറഞ്ഞത്. നമ്മൾ അച്ഛന്മാരും മെത്രാന്മാരും ഈ ജനത്തിന് മുമ്പിൽ തോറ്റു കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വിജയിക്കുകയുള്ളൂ. ഇന്ന് തോറ്റില്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ഇടവകകൾ കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
നിങ്ങൾ ചെയ്തത് പാതകമാണ്, തെറ്റാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ, നിയമങ്ങൾ നിങ്ങൾക്കറിയാം. FCRA എന്ന് പറയുന്ന ആ നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ FCRA പുറമേ നിന്നുള്ള പണം ഇനി വരവ് നിൽക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നേഴ്സുമാർക്ക് കൊടുക്കുന്ന പണമാണ് ഞങ്ങളുടെ ഭക്ഷണമായിട്ടും ഞങ്ങൾക്ക് താമസമായിട്ടും ഞങ്ങൾക്ക് ചികിത്സയായിട്ടും ഞങ്ങൾക്ക് വാർദ്ധക്യകാല ശുശ്രൂഷയ്ക്കുള്ള പണമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട വൈദിക സമൂഹം ചിന്തിക്കണം. നാളുകളിൽ FCRA വരുമ്പോ, ഒരു ക്രിസ്ത്യൻ ബോർഡ് സ്ഥാപിക്കപ്പെടുമ്പോ, സഭയ്ക്കെതിരാன ശക്തമായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ വരുമ്പോൾ, ഭരണകൂടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് സമരത്തിന് ഇറങ്ങുന്നത് ഇവർ തന്നെയാണ്, ഇവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട എന്റെ വൈദിക സമൂഹമേ, എന്റെ വൈദിക സുഹൃത്തുക്കളെ, ഈ അതിരൂപത നേതൃത്വമേ, ഈ സമരം എത്രയും പെട്ടെന്ന് നീർക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം. അതിൽ നിങ്ങൾ ഉറപ്പ് വിചാരിക്കുന്ന കാര്യമില്ല. അതിൽ നിങ്ങൾ നിങ്ങൾ തരം താഴ്ത്തപ്പെട്ടു എന്നോ നിങ്ങൾ തകർത്തപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കാര്യമില്ല. അവർ ഏറ്റവും ഉത്തരവാദിത്തമുള്ള മനുഷ്യരായി തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമെന്ന് എനിക്കുറപ്പാണ്, അവർക്കുറപ്പാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സമരം തീർക്കാനുള്ള തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമൂഹം, അവരാണ് വ്യത്യസ്തമായ വൈദിക സമൂഹം. എനിക്ക് പ്രതീക്ഷയുണ്ട് അത് എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന്. അത് തീർക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഈ വൈദിക സമൂഹം ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ചിന് ഞങ്ങളെ വൈദിക സമൂഹത്തെ മനുഷ്യരാക്കുന്നതിന്, കാരുണ്യമുള്ളവരാക്കി തീർക്കുന്നതിന്, യേശുവിനാൽ നിറയ്ക്കുന്നതിന് നടക്കുന്ന സമരമാണത്. ആ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.